അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പ് ആയേക്കും എന്നതിന്റെ സൂചനയാണ്. നമുക്കറിയാം 2 പദവികളാണ് കേരള കോൺഗ്രസ് ജോസഫിനുള്ളത്. മോൻസ് ജോസഫ് മന്ത്രിയാകും. 2 വകുപ്പ് എന്നുള്ള നിലയിൽ അവർ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. രണ്ടാമത്തെ പദവി എന്നുള്ളത് ചീഫ് വിപ്പ് പദവിയാണ്. ചീഫ് വിപ്പ് പദവി ഉണ്ണിയാടനായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, അപ്പു ജോൺ ജോസഫ് ആയേക്കും. അബു ജോൺ ജോസഫ് ആയേക്കും എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു സാധ്യതയും പറഞ്ഞിരുന്നു. കാരണം കേരള കോൺഗ്രസിന്റെ ഒരു രീതി ഉണ്ടല്ലോ, ഇപ്പോൾ പാർട്ടിയിലെ തലമുറ മാറ്റം എന്തൊക്കെ വളരെ പ്രധാനമാണ്. അത് കേരള കോൺഗ്രസിന്റെ ദീർഘ പാരമ്പര്യം എടുത്തു നോക്കിയാൽ എല്ലായിടത്തും നമുക്ക് കാണാം. ഇപ്പോൾ സ്വാഭാവികമാണ്, PJ ഇല്ലാത്ത നിയമസഭയാണ് ഒരു 5 പതിറ്റാണ്ടിന് ശേഷം. അപ്പോൾ അബു ജോൺ ജോസഫിലേക്ക് കാര്യങ്ങൾ എത്തുക, അതായിരിക്കും സ്വാഭാവികം സംഭവിക്കുക എന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഉണ്ണിയാടന് നേരത്തെ അവസരം കിട്ടിയതാണല്ലോ, അത് ഞാനായി പറഞ്ഞതല്ല, നേരത്തെ കേരള കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞൊരു വാദമാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ മാത്രമല്ല, കഴിഞ്ഞ തവണ ഉണ്ണിയാടൻ തോറ്റുപോയതാണ്, ഇത്തവണ വീണ്ടും സീറ്റ് കൊടുത്തു. ആ ഒരു ക്ലെയിമൊക്കെ വെച്ച് അതിന് സിഡ്നിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. ഉണ്ണിയാടന് വേണ്ടി ഇരിങ്ങാലക്കുടക്കാരാണോ എന്ന് എനിക്കറിയില്ല. MLA ഹോസ്റ്റലിന് അടുത്തടക്കം പ്രതിഷേധമാണ്. ഈ പ്രതിഷേധങ്ങളുടെ കാര്യം പറയുമ്പോൾ പല പ്രതിഷേധം, ലത്തീൻ സഭയുടെ പ്രതിഷേധം ഒരുപക്ഷെ തെരുവിലേക്ക് എത്തിയാൽ എന്ത് സംഭവിക്കും? ഓർത്തഡോക്സ് സഭ നിലപാടെടുക്കുന്നു. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് അവർക്ക് വീണ ജോർജ് മന്ത്രി ഉണ്ടായിരുന്നു. ഇത്തവണ ഓർത്തഡോക്സ് കേന്ദ്രങ്ങളിലൊക്കെ വമ്പിച്ച വിജയം UDF-നാണ് കിട്ടിയത്, ആറന്മുളയിൽ അടക്കം. അപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് മന്ത്രി ഉണ്ടാവില്ലേ? ഓർത്തഡോക്സ് സഭ അംഗമായ ഒരാൾ മന്ത്രിസഭയിൽ ഉണ്ടാവില്ലേ? പ്രത്യേകിച്ച് യാക്കോബായ വിഭാഗക്കാരനായ ഒരാൾ മന്ത്രിസഭയിൽ ഉണ്ടാകുമ്പോൾ ഓർത്തഡോക്സ് സഭക്കാരനായ ഒരാൾ മന്ത്രിസഭയിൽ ഉണ്ടാകില്ലേ? ലത്തീൻ വിഭാഗത്തിന്റെ പ്രാതിനിധ്യം ഘടകകക്ഷിയിൽ ഒതുങ്ങുമോ? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ലത്തീൻ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ മിനിസ്റ്റർ ഇല്ലാത്തത്? ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ വരുന്ന മണിക്കൂറിൽ സംഭവിക്കാം. സ്റ്റെഫിൻ നമുക്ക് പോകേണ്ട. സ്റ്റെഫിൻ, അപ്പു ജോൺ ജോസഫ് ഉറപ്പിച്ചോ? PJ ആ നിലയിലാണോ ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്? രതീഷ്, ഏതായാലും കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അബു ജോൺ ജോസഫ് തന്നെ ചീഫ് വിപ്പായി വരുമെന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. ഒപ്പം തന്നെ മന്ത്രിയായി മോൻസ് ജോസഫും വരും. ജലവിഭവ വകുപ്പും അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ വകുപ്പും എന്നുള്ള ഒരു ഉറപ്പാണ് കോൺഗ്രസിൽ നിന്ന് കേരള കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, വലിയ വിവാദങ്ങളിലും കടുംപിടുത്തങ്ങളിലും ഒക്കെ ആയിരുന്നു കേരള കോൺഗ്രസ് ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നത്. അവർ ചോദിച്ചത് റവന്യൂ വകുപ്പാണ്, പക്ഷേ കോൺഗ്രസ് നൽകാമെന്ന് പറഞ്ഞത് കൃഷിയാണ്. കൃഷിയുമായി ഏതായാലും കേരള കോൺഗ്രസിന് വലിയ താല്പര്യമില്ല, ആ വകുപ്പിൽ താല്പര്യമില്ല. അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചൊരു ഫോർമുല കൃഷി അടക്കം മറ്റെന്തെങ്കിലും 2 വകുപ്പുകൾ നൽകിക്കൊണ്ടൊരു മന്ത്രിസ്ഥാനമായിരുന്നു. അതിനും കോൺഗ്രസ് തയ്യാറാകാത്തതോടുകൂടിയാണ് ഈ ഫോർമുലയിലേക്ക് വഴങ്ങുന്നത്. നേരത്തെ തോമസ് ഉണ്ണിയാടിന്റെ അടക്കം പേരുകൾ ചീഫ് വിപ്പായി വരുമെന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു, വിശകലനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും കേരള കോൺഗ്രസ് വൃത്തങ്ങൾ അത് തള്ളുകയാണ്. അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പായി വരും. ഒപ്പം തന്നെ മുതിർന്ന കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള മോൻസ് ജോസഫ് കേരള കോൺഗ്രസിന്റെ മന്ത്രിയാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.